Hello, in this section we are discussing about the second part of volcanism. First, the volcanic materials. The volcanic materials discharged during an volcanic eruption mainly include vapor and gases, magma and lava, fragmented and pyroclastic materials. First, the vapor and gases. Steam and water constitute 60 to 90% of the total gases discharged during a volcanic eruption. Steam and vapor mainly include phreatic vapor and magmatic vapor. Phreatic vapor is a dangerous steam eruption and it is driven by the compression of gases within the magma, while magmatic vapor is driven by the decompression of gases within magma. The main composition of gases include carbon dioxide, carbon monoxide, nitrogen oxide, sulfur dioxide and hydrogen. മാഗ്മ അല്ലെങ്കിൽ ലാവയിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസ്റ്റുവൻറ്റ് അല്ലെങ്കിൽ വോൾക്കാനിക് മെറ്റീരിയൽസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസ്റ്റുവൻ്റ് ആണ് വേപ്പറും ഗ്യാസസും. ഒരു വോൾക്കാനിക് ഇറപ്ഷൻ വരുമ്പോൾ അതിൽ മെജോറിറ്റി ഓഫ് ടോട്ടൽ ഗ്യാസസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് സ്റ്റീം അല്ലെങ്കിൽ വാട്ടറാണ്. ഏതാണ്ട് 60 to 90% വരെ ടോട്ടൽ കോമ്പോസിഷനിൽ സ്റ്റീമും വാട്ടറിൻ്റെ പെർസെൻറ്റേജും കാണും. അതിൽ ഈ വേപ്പറിനെ തന്നെ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ഫ്രാറ്റിക് വേപ്പറും മാഗ്മാറ്റിക് വേപ്പറും. ഫ്രാറ്റിക് വേപ്പർ എന്ന് പറയുന്നത് മാഗ്മയ്ക്കകത്ത് തന്നെ കംപ്രഷൻ ഓഫ് ഗ്യാസസ് കൊണ്ടുണ്ടാവുന്ന വേപ്പറാണ് ഫ്രാറ്റിക് വേപ്പർ എന്ന് പറയുന്നത്. ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സ്റ്റീം ഇറപ്ഷനാണ് ഫ്രാറ്റിക് വേപ്പർ എന്ന് പറയുന്നത്. അതേസമയം മാഗ്മയ്ക്കകത്ത് ഡീകംപ്രഷൻ ഓഫ് ഗ്യാസസ് കൊണ്ടുണ്ടാകുന്ന വേപ്പറാണ് മാഗ്മാറ്റിക് വേപ്പർ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്യാസസ് എന്ന് പറയുന്നത് കാർബൺ ഡയോക്സൈഡ്, മോണോക്സൈഡ്, ദെൻ നൈട്രജൻ ഓക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, ഹൈഡ്രജൻ തുടങ്ങിയവയാണ്. The second volcanic material found is magma and lava, and the molten rock material below the earth's surface is called magma. While they come on the earth's surface, it is known as lava. And magma and lava is classified mainly on the basis of its silica content, color of minerals, as well as on the basis of lava flow. First, on the basis of silica content, they are divided into two: acidic magma and basic lava. Magma having higher percentage of silica is known as acidic magma, while lava having lower percentage of silica is known as basic lava. മാഗ്മ ആൻഡ് ലാവ, ഭൂമിക്കകത്തുള്ള മോൾട്ടൺ മെറ്റീരിയലിനെ മാഗ്മ എന്നും അത് ഭൂമിക്ക് വെളിയിൽ വരുമ്പോൾ അതിനെ ലാവ എന്നും വിളിക്കുന്നു. പല രീതിയിൽ മാഗ്മയും ലാവയും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സിലിക്ക കണ്ടന്റിന്റെ ബേസിലാണെങ്കിൽ അതിനെ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അസിഡിക് മാഗ്മ, ഹൈ പെർസെൻറ്റേജ് ഓഫ് സിലിക്ക ഉള്ള മാഗ്മയാണ് അസിഡിക് മാഗ്മ എന്ന് വിളിക്കുന്നത്. അതേസമയം ലോ പെർസെൻറ്റേജ് ഓഫ് സിലിക്ക ഉള്ള ലാവയെ ബേസിക് ലാവ എന്ന് വിളിക്കുന്നു. ആൻഡ് ഓൺ ദ ബേസിസ് ഓഫ് കളർ ഓഫ് മിനറൽസ് ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻടു ഫെൽസിക് ലാവ, മാഫിക് ലാവ. And felsic lava, and it is very much enriched with lighter elements like silicon, oxygen, aluminum, sodium and potassium. This felsic magma or lava is higher in viscosity than the mafic magma, and felsic rocks are usually light in color, while mafic lava is relatively high in heavier elements such as calcium, sodium, and they are usually dark in color, and this rock mainly include basalt, gabbro, etc. കളർ ഓഫ് മിനറൽസിനെ വെച്ചിട്ട് ലാവയെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഫെൽസിക് ലാവയും മാഫിക് ലാവയും. വളരെ ലൈറ്റ് കളർ മിനറൽസ് ആയ സിലിക്കൺ, ഓക്സിജൻ, അലൂമിനിയം, സോഡിയം, പൊട്ടാസ്യം തുടങ്ങിയവയുടെ കോമ്പോസിഷനിൽ വരുന്ന ലാവയാണ് ഫെൽസിക് ലാവ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വിസ്കോസിറ്റി, അത് ഒഴുകുന്ന അളവ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. ഇനി മാഫിക് ലാവയുടെ കാര്യം പറയുന്നെങ്കിൽ ഇതിൽ ഹെവിയർ എലമെൻസും ആണ്. അതിൻ്റെ കളർ എന്ന് പറയുന്നത് ഡാർക്കും ആണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കോമ്പോസിഷൻ വരുന്നത് കാൽഷ്യം, സോഡിയവുമാണ്. ഈ മാഫിക് റോക്സിന് എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ബസാൾട്ട്, ഗാബ്രോ തുടങ്ങിയവയാണ്. On the basis of lava flow, lavas are divided into three: Pahohoi or ropey lava, lava or block lava, then pillow lava. Pahohoi or ropey lava. Pahohoi lava has a high fluidity and it spreads like thin sheets, while block lava
is highly viscous. Then pillow lava, it is actually a Pahahoi lava solidified in the form of a pillow. ലാവ ഫ്ലോയിനെ ബേസ് ചെയ്ത് ലാവാസിനെ മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. റോപ്പി ലാവ, ബ്ലോക്ക് ലാവ, പില്ലോ ലാവ. ഇത് പഹോഹോയ് ആ ലാവ എന്ന് പറയുന്നതൊക്കെ ഹവായൻ ലാംഗ്വേജിലാണ് ആ ലാവയുടെ പേര് അങ്ങനെ പറയുന്നത്. ഇതിൽ പഹോഹോയ് ലാവ അല്ലെങ്കിൽ റോപ്പി ലാവയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ഫ്ലൂയിഡിറ്റി വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സ്പ്രെഡ് അത് തിൻ ഷീറ്റ്സിൻ്റെ രൂപത്തിൽ ആണ് അത് വളരെയധികം സ്പ്രെഡായിട്ട് കാണപ്പെടുന്നത്. ഇതാണ് പഹോഹോയ് ലാവ. ഈ രണ്ടാമത് കാണപ്പെടുന്നത് ആ ലാവ ബ്ലോക്ക് ലാവയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത ഹൈലി വിസ്കസ് ആണ്, ഭയങ്കര സാന്ദ്രതയുള്ള നല്ല കൊഴുത്തിരിക്കുന്ന ദ്രാവകമാണ് ബ്ലോക്കി ലാവയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ദെൻ പില്ലോ ലാവ, ആക്ച്വലി അത് റോപ്പി ലാവ അല്ലെങ്കിൽ പഹോഹോയ് ലാവ തന്നെയാണ് ഈ പില്ലോ ലാവ എന്ന് പറയുന്നത്. പക്ഷെ അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്, അത് സ്പ്രെഡ് ചെയ്യുന്ന ഷേപ്പ് എന്ന് പറയുന്നത് സാക്കോ അല്ലെങ്കിൽ ഒരു പില്ലോയുടെ രൂപത്തിലാണോ സ്പ്രെഡ് ചെയ്യുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പില്ലോ ലാവ. The third category is the fragmental or pyroclastic material. The term pyroclastic derived from the Greek word pyro meaning fire and clastic meaning broken. The pyroclastic materials can be called a collection of solid materials such as ash, lava fragments carried through the air and vapor. And the pyroclastic materials are mainly divided into two categories based on the volcanic eruption as well as on the size of the pyroclastic materials. പൈറോക്ലാസ്റ്റിക് മെറ്റീരിയൽസ് വോൾക്കാനിക് മെറ്റീരിയൽസിലെ മൂന്നാമത്തെ കാറ്റഗറിയിൽ വരുന്നതാണ് പൈറോക്ലാസ്റ്റിക് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഫ്രാഗ്മെന്റഡ് മെറ്റീരിയൽസ്. ഒരു വോൾക്കാനിക് ഇറപ്ഷൻ നടക്കുമ്പോൾ ഉണ്ടാവുന്ന സോളിഡ് മെറ്റീരിയൽസിനെ ആഷും ഡസ്റ്റും ചെറിയ ചെറിയ ഫ്രാഗ്മെന്റ്സും എല്ലാം കൂടെ കളക്റ്റീവായിട്ട് പറയുന്ന പേരാണ് പൈറോക്ലാസ്റ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അത് ഗ്രീക്ക് വേർഡായ പൈറോ മീനിങ് ഫയർ അല്ലെങ്കിൽ തീയിൽ നിന്നും ദെൻ ക്ലാസ്റ്റിക് ബ്രോക്കൺ അതായത് ഒരു തീയിൽ നിന്ന് പൊട്ടി വരുന്ന വസ്തു എന്ന രീതിയിലുള്ള പേരാണ് പൈറോക്ലാസ്റ്റിക് എന്ന വേർഡ് മീൻ ചെയ്യുന്നത്. ഈ പൈറോക്ലാസ്റ്റിക് മെറ്റീരിയൽസിനെ പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്ന്, ഒരു വോൾക്കാനിക് ഇറപ്ഷൻ നടക്കുമ്പോൾ എന്തൊക്കെ മെറ്റീരിയൽസ് അതിൽ നിന്ന് പുറത്തു വരുന്നു എന്നതിനെ ബേസ് ചെയ്തും, രണ്ടാമത് വരുന്ന പൈറോക്ലാസ്റ്റിക് മെറ്റീരിയൽസിന്റെ സൈസിനെ ബേസ് ചെയ്തും. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് മെറ്റീരിയൽസ് ത്രോൺ ഡ്യൂറിംഗ് വോൾക്കാനിക് ഇറപ്ഷൻ ആൻഡ് ബേസ്ഡ് ഓൺ ഇറ്റ് ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻടു 3 essential materials. Essential materials means the unconsolidated material having a diameter less than 2 millimeter. Actually, it is the ash content and it is also known as tephra. Then the accessory materials, it is the materials formed of dead lava. And third, accidental materials, it includes the fragmented materials of the crustal rock. ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് പൈറോക്ലാസ്റ്റിക് മെറ്റീരിയൽസ് ത്രോൺ ഡ്യൂറിംഗ് ദ വോൾക്കാനിക് ഇറപ്ഷൻ ആണ്. അതിനെ വെച്ചിട്ട് 3 ക്ലാസിഫിക്കേഷനാണുള്ളത്. ഒന്ന്, എസെൻഷ്യൽ മെറ്റീരിയൽസ്, ആഷ് അതായത് 2 മില്ലിമീറ്റർ ഡയമീറ്ററിന് താഴെയുള്ള മെറ്റീരിയൽസിനെല്ലാം കളക്റ്റീവായിട്ട് പറയുന്നത് എസെൻഷ്യൽ മെറ്റീരിയൽസ് ആണ്. ഈ ആഷിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്ന് പറയുന്നത് ടെഫ്രയാണ്. രണ്ടാമത്തത് അസസറി മെറ്റീരിയൽ, ഒരു ഡെഡ് ലാവ അതായത് തണുത്തുറഞ്ഞ ഒരു ലാവ നിന്ന് വരുന്ന മെറ്റീരിയൽസ് ആണ് അസസറി മെറ്റീരിയൽ എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് ക്രസ്റ്റൽ മെറ്റീരിയൽസിൽ നിന്നും ക്രസ്റ്റൽ റോക്സിൽ നിന്നും ചിതറി വരുന്ന ഫ്രാഗ്മെന്റഡ് മെറ്റീരിയൽസിനാണ് ആക്സിഡന്റൽ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. Second classification is on the basis of size of pyroclastic materials. Based on its size, it is divided into volcanic dust, ash, cinders, blocks and volcanic bombs. The volcanic dust is the finest material having diameter less than 0.6 millimeter, while the diameter between 0.6 to 2 millimeter is known as volcanic ash, and the fragments between 2 to 64 millimeter is known as cinders or lapilli, and the angular fragments greater than 64 millimeter is known as blocks, and rounded fragments greater than 64 millimeter is known as volcanic bombs. പൈറോക്ലാസ്റ്റിക് മെറ്റീരിയൽസിന്റെ സൈസ് അനുസരിച്ച് അതിനെ 5ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. വോൾക്കാനിക് ഡസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ മെറ്റീരിയൽസിന്റെ സൈസ് 0.6 മില്ലിമീറ്ററിന് താഴെയാണെങ്കിൽ അതിന് ഡസ്റ്റ് എന്നും, 0.6നും 2 മില്ലിമീറ്ററിനും ഇടയിലാണെങ്കിൽ അതിന് വോൾക്കാനിക് ആഷ് എന്നും, 2 മുതൽ 64 മില്ലിമീറ്ററിന്റെ ഇടയിലാണെങ്കിൽ സിൻഡേഴ്സ് അല്ലെങ്കിൽ ലാപ്പിലി എന്നും, ആംഗുലർ ഫ്രാഗ്മെന്റ്സ് ആണ് 64 മില്ലിമീറ്ററിന് മുകളിലാണ് അതിന്റെ സൈസ് എങ്കിൽ ബ്ലോക്സ് എന്നും, അതേസമയം റൗണ്ടഡ് ആയിട്ടുള്ള ഫ്രാഗ്മെന്റ്സ് ആണ് 64 മില്ലിമീറ്ററിന് മുകളിലാണ് അതിന്റെ സൈസ് എങ്കിൽ ബോംബ്സ് എന്നാണ് വിളിക്കുന്നത്. ആംഗുലർ മീൻസ് ട്രയാംഗിൾ ഷേപ്പ് ഒക്കെ വരുന്നതിനാണ് ആംഗുലർ എന്ന് വിളിക്കുന്നത്.
Then the next section is the topography produced by volcanicity. The topographical features produced by the entire process of volcanicity is grouped into two categories, the extrusive volcanic category and intrusive volcanic category. അടുത്ത നമ്മൾ പഠിക്കുന്ന സെക്ഷൻ എന്ന് പറയുന്നത് ഒരു വോൾക്കാനിസിറ്റി അല്ലെങ്കിൽ വോൾക്കാനിസം ഉണ്ടാകുന്ന സമയത്ത് എന്തൊക്കെ ടോപ്പോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്, എന്തൊക്കെ ജിയോമോർഫിക് ഫീച്ചേഴ്സ് ആണ് എർത്തിൽ ഉണ്ടാകുന്നതെന്നാണ്. ഇങ്ങനെ ഉണ്ടാകുന്ന ഫീച്ചേഴ്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എക്സ്ട്രൂസീവ് വോൾക്കാനിക് ടോപ്പോഗ്രഫിയും ഇൻട്രൂസീവ് വോൾക്കാനിക് ടോപ്പോഗ്രഫി. എക്സ്ട്രൂസീവ് ആ പേരിൽ തന്നെയുണ്ട്. എർത്തിന്റെ സർഫസിൽ ഉണ്ടാകുന്ന ടോപ്പോഗ്രഫിയാണ് എക്സ്ട്രൂസീവ് വോൾക്കാനിക് ടോപ്പോഗ്രഫി എന്നും എർത്തിനകത്തുണ്ടാകുന്നതിന് ഇൻട്രൂസീവ് വോൾക്കാനിക് ടോപ്പോഗ്രഫി എന്നും പറയുന്നുണ്ട്. എക്സ്ട്രൂസീവ് വോൾക്കാനിക് ടോപ്പോഗ്രഫിയെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സെൻട്രൽ എറപ്ഷന്റെ വഴിയായിട്ട് വരുന്ന ടോപ്പോഗ്രഫിയും രണ്ടാമത് ഫിഷർ എറപ്ഷന്റെ വഴിയായിട്ട് വരുന്ന ടോപ്പോഗ്രഫിയും. ഈ ഇൻട്രൂസീവ് വോൾക്കാനിക് ടോപ്പോഗ്രഫിയിലും കുറച്ച് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. First, the extrusive volcanic topography based on central eruption, and they are divided into two, elevated form and depressed forms. Extrusive volcanic ടോപ്പോഗ്രഫിയിൽ ആദ്യമായിട്ടുള്ളത് സെൻട്രൽ ഇറപ്ഷൻ്റെ എക്സ്ട്രൂസീവ് വോൾക്കാനിക് ടോപ്പോഗ്രഫിയാണ്. അതിനെ തന്നെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എലിവേറ്റഡ് ഫോംസും ഡിപ്രസ്ഡ് ഫോംസും. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം. എലിവേറ്റഡ് ഫോംസ് എന്ന് പറയുന്നത് സർഫസിൽ നിന്നും എലിവേറ്റഡ് ആയിട്ട് ഹൈറ്റിൽ നിൽക്കുന്ന ഫോംസിനെ എലിവേറ്റഡ് ഫോംസ് എന്ന് വിളിക്കുന്നു. ഇനി ഡിപ്രസ്ഡ് ഫോംസ് എന്ന് പറയുമ്പോൾ സർഫസിന്റെ ലെവലിൽ നിന്നും താഴ്ന്ന് കാണുന്ന ബേസിനായിട്ടോ ഡിപ്രഷനോ ആയിട്ടൊക്കെ കാണുന്നതിനെയാണ് ഡിപ്രസ്ഡ് ഫോംസ് എന്ന് വിളിക്കുന്നത്. ആദ്യമായിട്ട് എലിവേറ്റഡ് ഫോംസിന് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് സിൻഡർ ഓർ ash cone, and these are deposits around a volcanic vent formed by a pyroclastic materials which accumulate and gradually build a conical hill with a bowl-shaped crater at the top. ഈ ഒരു സിൻഡർ കോൺ അല്ലെങ്കിൽ ആഷ് കോൺ പ്രധാനമായിട്ടും ഉണ്ടാകുന്നത് എക്സ്പ്ലോസീവ് ഇറപ്ഷൻസ് നടക്കുമ്പോഴാണ്. പ്രധാനമായിട്ടും മാഫിക് ലാവയുടെ എക്സ്പ്ലോസീവ് ഇറപ്ഷൻസ് നടക്കുമ്പോഴാണ്. ഇങ്ങനെ ഇറപ്ഷൻസ് നടക്കുന്ന സമയത്ത് പൈറോക്ലാസ്റ്റിക് മെറ്റീരിയൽ, പ്രധാനമായിട്ടും സിൻഡർ, നേരത്തെ പഠിച്ചൊരു ക്ലാസിഫിക്കേഷനാണ് സിൻഡർ. ആ സിൻഡർ എന്ന് പറയുന്നത് വെന്റിന് ചുറ്റുമായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു ചെറിയൊരു കോണിക്കൽ ഹില്ല് അവിടെ ഫോം ചെയ്യുന്നു. ഇങ്ങനെ ഫോം ചെയ്യുന്ന കോണിക്കൽ ഹില്ല് ക്രമേണ അവിടെ ഒരു ബൗൾ ഷേപ്ഡ് ക്രാറ്റർ ഫോം ചെയ്യും. അവിടെ കാണാൻ സാധിക്കും ഈ ഫിഗറിൽ ഒരു ബൗൾ ഷേപ്ഡ് ക്രാറ്റർ ഫോം ചെയ്യും. ഇത്തരത്തിലുള്ള കോണിനെയാണ് സിൻഡറിന്റെ ഡെപ്പോസിറ്റ് കൊണ്ടുണ്ടാവുന്ന ബൗൾ ഷേപ്ഡ് ആയിട്ടുള്ള ആയിട്ട് കാണപ്പെടുന്ന ആ ഒരു കോണിനെ വിളിക്കുന്ന പേരാണ് സിൻഡർ അല്ലെങ്കിൽ ആഷ് കോൺ എന്ന് വിളിക്കുന്നു. അതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഇറ്റ് റേഞ്ചസ് ബിറ്റ്വീൻ 30 to 45 ഡിഗ്രി. എക്സാമ്പിൾസ് ഫോർ ഇറ്റ് ഈസ് മൗണ്ട് ജുറുല ഓഫ് മെക്സിക്കോ ആൻഡ് മൗണ്ട് കാമിഗ്വിൻ ഓഫ് ഫിലിപ്പൈൻസ്. Second type is composite cone. It is the highest volcanic cone, also known as stratocones. These composite cones are mainly made up of layers of lava, volcanic ash, and fragmented rocks. These layers are built upon over time as the volcano erupts through a vent or a group of vents at the summit of a crater. For example, for it is Mount Fuji, Japan, Mount Rainier, Washington. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ കോമ്പോസിറ്റ് കോൺ ആണ്. വോൾക്കാനിക് കോണിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ളൊരു കോണാണ് കോമ്പോസിറ്റ് കോൺ. ഇതിനെ സ്ട്രാറ്റോ കോൺ എന്നും വിളിക്കാറുണ്ട്. ഈ കോമ്പോസിറ്റ് കോണിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കോമ്പോസിറ്റ് അല്ലെങ്കിൽ സ്ട്രാറ്റോ എന്ന വേർഡിൽ തന്നെയുണ്ട്. ഇത് ലെയേഴ്സ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ലാവയുടെയും അതുപോലെ വോൾക്കാനിക് ആഷിന്റെയും ഫ്രാഗ്മെന്റഡ് റോക്സിന്റെ ഒക്കെ ലെയേഴ്സ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഒരു ലെയറിൽ ലാവയായിരിക്കും, അടുത്ത ലെയറിൽ ആഷ്, അടുത്ത ലെയറിൽ ഫ്രാഗ്മെന്റഡ് മെറ്റീരിയൽസ്, ഇതിങ്ങനെ ചേഞ്ച് ചെയ്ത് വരും. ഇത് പ്രധാനമായിട്ട് ഫോം ചെയ്യുന്നത് ഒരു വെന്റോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് വെൻസിൽ കൂടെയോ ഒരു ക്രേറ്ററിന്റെ സബ്മിറ്റിൽ, ഒരു ക്രേറ്റർ ഉണ്ട്, അതിൻ്റെ ഏറ്റവും സബ്മിറ്റിൽ കൂടെ വോൾക്കാനിക് ഇറപ്ഷൻസ് നടക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള കോമ്പോസിറ്റ് കോൺ വരുന്നത്. എക്സാമ്പിൾ എന്ന് പറയുന്നത് മൗണ്ട് ഫുജി, ജപ്പാൻ, മൗണ്ട് റെയ്നർ, വാഷിംഗ്ടൺ. Parasite cone, it is already discussed in the last class. It is a small cone-shaped volcano formed by the accumulation of volcanic debris. These are called parasite cones because the supply of lava for these cones come from the main pipe. It is also known as adventitious or lateral cones. For example, Mount Shasta, USA. മെയിൻ കോണിക്കൽ ഹില്ലുമായിട്ട് അറ്റാച്ച് ചെയ്ത് കാണപ്പെടുന്ന സ്മോൾ ആയിട്ടുള്ള
കോണിക്കൽ ഹിൽസിനെയാണ് അല്ലെങ്കിൽ വോൾക്കാനിക് കോൺസിനെയാണ് പാരസൈറ്റിക് കോൺ എന്ന് പറയുന്നത്. ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനുള്ള സപ്ലൈ ഓഫ് ലാവ വരുന്നതും മെയിൻ പൈപ്പിൽ കൂടെ തന്നെയായിരിക്കും. മെയിൻ പൈപ്പിൽ നിന്ന് പോകുന്ന ഒരു കൈവരിയായിരിക്കും പാരസൈറ്റിക് കോണിന് ലാവ സപ്ലൈ ചെയ്യുന്നത്. ഇതിനെ അഡ്വാൻറ്റീവ് ഓർ ലാറ്ററൽ കോൺസ് എന്നും വിളിക്കാറുണ്ട്. ഇൻ എക്സാമ്പിൾ മൗണ്ട് ശാസ്ത, USA. Basic lava cones are the one formed of light and less viscous lava with less quantity of silica, that is, they are mafic type of lava, and it is also known as Hawaiian type of cone, shield volcano, basaltic lava cone volcano. Shield volcano is a wide volcano with shallow sloping slides. Examples for shield volcanoes: Mauna Loa, Kilauea in Hawaii, Etna in Sicily, Erchali in Ethiopia. ബേസിക് ലാവ കോൺ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, അസിഡിക് കണ്ടന്റ് വളരെ കുറവായിട്ടുള്ള, അതുപോലെ തന്നെ സിലിക്ക കണ്ടന്റും വളരെ കുറവായിട്ടുള്ള, ലെസ് വിസ്കസ് ആയിട്ടുള്ള, ലൈറ്റ് കളേർഡ് മിനറൽസ് ഉള്ള ഒരു ടൈപ്പ് ലാവയാണ് ബേസിക് ലാവ കോൺ എന്ന് പറയുന്നത്. ഒരു മാഫിക് ടൈപ്പാണ് ബേസിക് ലാവ കോൺ. അതിന് മറ്റൊരു പേര് ഹവായൻ ടൈപ്പ് ഓഫ് കോൺ അല്ലെങ്കിൽ ഷീൽഡ് വോൾക്കാനോ, ബസാൾട്ടിക് ലാവ കോൺ തുടങ്ങിയവയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ ഫിഗർ കാണുമ്പോൾ തന്നെ അറിയാം. വോൾക്കാനോ എന്ന് പറയുന്നത് വളരെ വൈഡാണ്, വീതി കൂടുതലാണ്. അതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് വളരെ ഷാലോ ആണ്. എക്സാമ്പിൾ മൗണ ലോവ ഇൻ ഹവായ്. Then acid lava cone is formed where the lavas are coming out of volcanic eruptions are highly viscous and are rich in silica content, that they are the felsic type of lava, and they are also called strombolian type of cones. These acid lava have low mobility and hence cool and solidified, and high cones of steep slopes are formed. For example, Puy-de-Dôme in France. അസിഡിക് ലാവ കോൺ നേരത്തെ കണ്ട വോൾക്കാനോ കോണിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആണ്. ഇതിനെ സ്ട്രോംബോളിയൻ ടൈപ്പ് ഓഫ് കോൺ എന്ന് വിളിക്കാറുണ്ട്. നേരത്തെ കണ്ട ബേസിക് ലാവയിൽ നമ്മൾ ഷീൽഡ് വോൾക്കാനോയിൽ കണ്ടതെന്ന് പറയുന്നത് വളരെ വൈഡ് ആയിട്ടുള്ളതും വളരെ ഷാലോ ആയിട്ടുള്ള സ്ലോപ്പ് ആണെങ്കിൽ, ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ഹൈറ്റ് കൂടുതലാണ്, ഒപ്പം സ്ലോപ്പ് എന്ന് പറയുന്നത് വളരെ സ്റ്റീപ്പാണ്. ഇതിൽ സിലിക്ക കണ്ടന്റ് വളരെ കൂടുതലാണ്, വിസ്കോസിറ്റി സാന്ദ്രത എന്ന് പറയുന്നത് വളരെയും കൂടുതലാണ്. ഇതൊരു ഫെൽസിക് ടൈപ്പ് ഓഫ് ലാവ കോൺ ആണ്. ഇതിനെ സ്ട്രോംബോളിയൻ ടൈപ്പ് ഓഫ് കോൺസ് എന്ന് വിളിക്കാറുണ്ട്. ഇതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് Puy-de-Dôme in France. Then lava domes. This is formed due to the accumulation of solidified lava around the volcanic vent, and it is very much similar to shield volcano, but the difference is in size, and they are larger and extensive than the shield volcano. ഒരു ഷീൽഡ് വോൾക്കാനോ പോലത്തെ ഒരു ക്ലാസിഫിക്കേഷനാണ് ലാവ ഡോം എന്ന് പറയുന്നത്. വ്യത്യാസം എന്ന് പറയുന്നത് ഷീൽഡ് വോൾക്കാനോയെക്കാട്ടും കുറച്ചുകൂടെ എക്സ്റ്റെൻസീവും കുറച്ചുകൂടെ വൈഡും ആയിട്ടുള്ളൊരു ക്ലാസിഫിക്കേഷനാണ് ലാവ ഡോം എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് ഫോം ചെയ്യുന്നത് വോൾക്കാനിക് വെന്റിന് തൊട്ടടുത്ത് അക്യൂമുലേറ്റ് ചെയ്യുന്ന ലാവ സോഡിഫൈ ചെയ്തുണ്ടാകുന്ന ഒരു ഡോമാണ് ലാവ ഡോംസ് എന്ന് പറയുന്നത്. ലാവ ഡോംസ് പ്രധാനമായിട്ട് 3 ടൈപ്പാണുള്ളത്: പ്ലഗ് ഡോം, എൻഡോജനസ് ഡോം, എക്സോജനസ് ഡോം. വെന്റിനകത്തുള്ള ലാവ ഫില്ല് ചെയ്തുണ്ടാകുന്നത് പ്ലഗ് ഡോമും, ഇനി സിലിക്ക റിച്ച് ആയിട്ടുള്ള വിസ്കസ് ലാവ കൊണ്ടുണ്ടാകുന്ന ഡോം എൻഡോജനസ് ഡോമും, ഇനി സിലിക്ക ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ലാവ കൊണ്ടുണ്ടാകുന്നത് എക്സോജനസ് ഡോമും. എക്സാമ്പിൾ എന്ന് പറയുന്നത് ഉസാജിൻ volcano in Japan, then Mount Hood in Oregon, etc. Lava plug or volcanic plug or a volcanic neck is a geographical formation that occurs when the lava cools inside a vent of an active volcano and the connecting deposit is eroded away. Lava plug അല്ലെങ്കിൽ volcanic plug അല്ലെങ്കിൽ volcanic neck പ്രധാനമായിട്ടും ഉണ്ടാവുന്നതെന്ന് പറയുന്നത് ഒരു ആക്റ്റീവ് വോൾക്കാനോയുടെ വെന്റിനകത്തുള്ള ലാവ തണുത്തുറയുകയും ബാക്കിയുള്ള മെറ്റീരിയൽസ് ഇറോഷൻ വഴി ഇറോഡ് ചെയ്ത് പോകുന്നതിൻ്റെ ഫലമായിട്ടുമാണ് ലാവ പ്ലഗ് ഉണ്ടാകുന്നത്. ഇത്തരത്തിലുണ്ടാകുന്ന ആ ഒരു പൈപ്പിനെ, ലാവ വരുന്ന പൈപ്പിനെ വിളിക്കുന്ന പേരാണ് വോൾക്കാനിക് നെക്ക് അല്ലെങ്കിൽ ഡയട്രീം എന്ന് പറയുന്നത്. ഇനി ലാവ പ്ലഗ്സ് എന്ന് പറയുന്നത് they are cylindrical in shape and has a height of about 50 to 60 meter. ലാവ പ്ലഗിന് സിലിണ്ടറിൻ്റെ ഷേപ്പ് ആയിരിക്കും പ്രധാനമായിട്ടും. മാത്രമല്ല അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 50 മുതൽ 60 മീറ്റർ വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കാണപ്പെടും സർഫസിൽ നിന്നും. ഫോർ എക്സാമ്പിൾ ഇസ് ഷിപ്പ് റോക്ക് ഇൻ ന്യൂ മെക്സിക്കോ.
Then the second category of central eruption, depressed forms. First, the crater. It is a fan-shaped depression found at the top of an volcano, and when it was filled with water, it became a crater lake. Crater നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഒരു സബ്മിറ്റിൽ അല്ലെങ്കിൽ വോൾക്കാനോയുടെ ടോപ്പിൽ കാണപ്പെടുന്ന ബേസിൻ ലാക്ക് ഡിപ്രഷനാണ് ക്രേറ്റർ എന്ന് പറയുന്നത്. അതിൽ വെള്ളം വന്ന് നിറയുമ്പോൾ അതിനെ ക്രേറ്റർ ലേക്ക് എന്ന് വിളിക്കുന്നു. Then the next is Nestor crater. Nestor crater is formed when the crater of an volcano becomes very extensive, and if there are a few eruptions of very small intensity after a long time, several cones are formed within the extensive older crater, and such craters are called Nestor craters or crater within the crater or group crater. ഏതെങ്കിലും ഒരു വോൾക്കാനോയുടെ ക്രേറ്റർ വളരെയധികം എക്സ്റ്റെൻസീവ് ആയിരിക്കുകയും വളരെയധികം കാലങ്ങൾ കഴിഞ്ഞിട്ട് വീണ്ടും ചെറിയ ചെറിയ ഇറപ്ഷൻസ് അവിടെ നടക്കുകയും ചെയ്യുകയാണെന്ന് വിചാരിക്കാം. അങ്ങനെ ചെറിയ ചെറിയ ഇറപ്ഷൻസ് നടക്കുന്ന സമയത്ത് ചെറിയ ചെറിയ കോൺസ് ഉണ്ടാവുകയും ഈ കോൺസ് എല്ലാം ഭാവിയിൽ അതൊരു ഡിപ്രഷനായിട്ട് മാറി ഉണ്ടാവുന്ന ക്രേറ്ററിനെയാണ്, ഒരുപാട് ക്രേറ്റേഴ്സ് ഒരു സ്ഥലത്ത് കാണപ്പെടും, അതിനെയാണ് നെസ്റ്റർ ക്രേറ്റർ. അതല്ലാന്നുണ്ടെങ്കിൽ ക്രേറ്റർ വിത്തിൻ ദ ക്രേറ്റർ അല്ലെങ്കിൽ ഗ്രൂപ്പ്ഡ് ക്രേറ്റർ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് അഡ്വൻറ്റീവ് ക്രേറ്റർ ആണ്. വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് അവിടെ പാരസൈറ്റ് കോൺ. സെക്കൻഡറി കോൺ അറ്റാച്ച്ഡ് ടു ദ മെയിൻ കോൺ ആണ് പാരസൈറ്റ് കോൺ എന്ന് പറയുന്നത്. ഈ പാരസൈറ്റ് കോണിൽ ഉണ്ടാവുന്ന ക്രേറ്ററിനെയാണ് അഡ്വൻറ്റീവ് ക്രേറ്റർ എന്ന് വിളിക്കുന്നത്. ഇതൊരു നെസ്റ്റർ ക്രേറ്റർ ആണ്, ഒരു മെയിൻ ക്രേറ്റർ ആണ്. അതിനകത്ത് തന്നെ ഒരുപാട് ക്രേറ്റേഴ്സ് കാണാൻ സാധിക്കും. Caldera. Caldera is also discussed in the last class. It is a depression created after a volcano releases the majority of the contents of its magma chamber after an explosive eruption. Caldera പ്രധാനമായിട്ടും മാഗ്മാറ്റിക് ചേംബറിലുള്ള മാഗ്മ ഒരു എക്സ്പ്ലോസീവ് ഇറപ്ഷന് ശേഷം മാഗ്മാറ്റിക് ചേംബർ എം ടി ആവുന്നത് കാരണം പെട്ടെന്നൊരു ഇന്റേണൽ ഫോഴ്സ് കാരണം ഉണ്ടാവുന്ന ഒരു ഡിപ്രഷനാണ് കാൽഡറ എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഈ കാൽഡറയുടെ ഫോർമേഷനെ പറ്റിയിട്ട് രണ്ട് പാരലൽ കൺസെപ്റ്റ്സ് ജോഗ്രഫിക്കാരുടെ ഇടയിൽ തന്നെയുണ്ട്. ഒന്നാമത് പറയുന്നത് ഒരു ജിയോളജിക്കൽ സർവേയുടെ ഒരു കൺസെപ്റ്റാണ്. അവർ പറയുന്നത് ക്രേറ്ററിൻ്റെ ഒരു എക്സ്റ്റെൻസീവ് ഫോമാണ് കാൽഡറ. ക്രേറ്റർ സബ്സൈഡ് ചെയ്തിട്ടുണ്ടാകുന്ന ഫീച്ചറാണ് കാൽഡറ എന്നാണ്. ഇനി മറ്റൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഫേമസ് ജോഗ്രഫർ ഡാലിയുടെയാണ്. അദ്ദേഹം പറയുന്നത് വോൾക്കാനിക് സിങ്കിൻ്റെ സബ്സിഡൻസ് കൊണ്ടുണ്ടാകുന്ന ഒരു ഫീച്ചറാണ് കാൽഡറ എന്നാണ്. ദെൻ നെസ്റ്റഡ് കാൽഡറ. ക്രേറ്ററിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഒരു ബിഗ് കാൽഡറയ്ക്കകത്ത് കുഞ്ഞു കുഞ്ഞു കാൽഡറാസ് ഒരുപാടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാൽഡറയെ വിളിക്കുന്ന പേരാണ് നെസ്റ്റഡ് കാൽഡറ അല്ലെങ്കിൽ ഗ്രൂപ്പ്ഡ് കാൽഡറ. Then the extrusive volcanic topography of fissure eruption. First, the lava plateau. When the shield volcanoes erupt, magma flows from the Earth's mantle through fissures in the crust. These flows, which are primarily made up of basalt, harden into layers or flows which build upon over time to create the lava plateau. ഫിഷർ ഇറപ്ഷൻ സംഭവിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഫിഷറിലോ ക്രാക്കിലോ ഫോൾട്ടിലോ ഒക്കെ കൂടെ എർത്തിനകത്തുള്ള മാഗ്മ പുറത്തു വരികയും അത് തണുത്തുറയുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ ഷീൽഡ് വോൾക്കാനോ എന്ന് വരുന്ന ഇത്തരത്തിലുള്ള മാഗ്മ ഫിഷറിൽ കൂടെയായിരിക്കും എർത്ത് ക്രസ്റ്റിൽ എത്തിച്ചേരുന്നത്. ഈ മാഗ്മയുടെ പ്രത്യേകത അതിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ബെസാൾട്ടാണ്. അതുകൊണ്ട് പെട്ടെന്ന് തണുത്തുറഞ്ഞ് ഹാർഡൻ ലെയേഴ്സ് ഓഫ് റോക്സ് ആയിട്ട് മാറുകയും അത് പിന്നീട് ലാവ പ്ലേറ്റോ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതിന് ഉദാഹരണം എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള ഡെക്കൻ lava plains. It is a wide area of lava flow and it is commonly several square kilometers in area and form along the base of a large compound volcano or on the flanks of a shield volcano. It is also known as lava field. ഒരു ലാവ ഫ്ലോ വലിയൊരു ഏരിയയിൽ കാണപ്പെടുന്നതിനാണ് ലാവ ഫീൽഡ് അല്ലെങ്കിൽ ലാവ പ്ലെയിൻസ് എന്ന് പറയുന്നത്. ഒത്തിരി സ്ക്വയർ കിലോമീറ്ററിൽ പരന്നിടക്കുന്ന ഒരു പ്ലെയിനാണ് ലാവ പ്ലെയിൻ. ഇത് പ്രധാനമായിട്ടും ഫോം ചെയ്യുന്നത് ഒന്നേ ഒരു ലാർജ് കോമ്പൗണ്ട് വോൾക്കാനോയുടെ ബേസിലോ അതല്ലാന്നുണ്ടെങ്കിൽ ഷീൽഡ് വോൾക്കാനോയുടെ ഫ്ലാങ്ക് എന്ന് പറയുന്ന സൈഡുകളിലോ ആയിരിക്കും ഒരു ലാവ പ്ലെയിൻ ഫോം ചെയ്യുന്നത്. The next category is the erosive volcanic topography. The first feature is the dike. It is a mass of vertical or highly inclined erosive rock that cut across the layers of sedimentary rock. ഭൂമിക്കടിയിലുള്ള
മാഗ്മ ഏതെങ്കിലും ക്രാക്കിലോ ഫിഷറിലോ ഫോൾട്ടിലോ ഒക്കെ കൂടെ എർത്തിൻ്റെ സർഫേസിലോട്ട് എത്തിച്ചേരാൻ ശ്രമിക്കുകയും അത് ഏതെങ്കിലും സെഡിമെൻ്ററി റോക്സിനെ വെർട്ടിക്കലായിട്ടോ ഹൈലി ഇൻക്ലൈൻഡ് ആയിട്ടോ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീച്ചറാണ് ഡൈക്ക് എന്ന് പറയുന്നത്. ഈ മാഗ്മ ഭൂമിയിലെത്തുന്ന ആ ഒരു സമയത്ത് തണുത്തുറഞ്ഞ് ഉണ്ടാകുന്ന ഒരു ഫീച്ചറാണ്, വെർട്ടിക്കൽ ഫീച്ചറാണ് ഡൈക്ക്. Then sill, these are intrusions of igneous rock formed between the bedding planes of sedimentary rocks. ഒരു ഹൊറിസോണ്ടൽ ടൈപ്പ് ഓഫ് ഇൻട്രൂഷൻ ആണ് സിൽ എന്ന് പറയുന്നത്. ഇവിടെ സംഭവിക്കുന്നത് സെഡിമെൻ്ററി റോക്കിന് ഇടയിൽ, അതിൻ്റെ ബെഡിങ് പ്ലെയിൻസിൻ്റെ ഇടയിലായിട്ട് ഹൊറിസോണ്ടലായിട്ട് ഒരു ഇൻട്രൂഷൻ ഉണ്ടാവുകയും അത് പിന്നീട് തണുത്തുറഞ്ഞ് കൂളായിട്ട് സില്ലായിട്ട് മാറുകയാണ് ഉണ്ടാകുന്നത്. ഈ സില്ലായാലും ഡൈക്കായാലും അതിൻ്റെ തിക്നെസ് വളരെയധികം വേരി ചെയ്യും, പല കിലോമീറ്റേഴ്സ് വരെ അത് എക്സ്റ്റെൻഡ് ചെയ്ത് കാണപ്പെടുകയും ചെയ്യും. Another feature is laccolith. These are domes or lenses of igneous rocks which has been ejected between two layers of sedimentary rock. They are formed when the magma forces its way between two layers of sedimentary rock, causing the upper surface of the rock to arch up into the dome. ലാക്കോലിത്ത് എന്ന് പറയുന്നത് ഒരു ഡോം ഷേപ്പ് അല്ലെങ്കിൽ ലെൻസ് ഷേപ്പിൽ കാണുന്ന ഒരു ഇഗ്നിയസ് റോക്കിൻ്റെ അല്ലെങ്കിൽ മാഗ്മയുടെ ഒരു ഇൻട്രൂഷനാണ്. ഇതും സെഡിമെൻ്ററി റോക്സിലാണ് ഇജക്റ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് രണ്ട് ലെയറിനിടയിൽ ഇജക്റ്റ് ചെയ്യുന്ന സമയത്ത് അപ്പർ ലെയർ ഒരു ഡോം കണക്ക് മുകളിലോട്ട് ബെൻഡ് ചെയ്യുകയും അതിൻ്റെ ഫലമായിട്ട് ആ ഒരു ഫീച്ചറിന് ഡോം ഷേപ്പ് ഉണ്ടാവുകയും ചെയ്യുന്നു. അങ്ങനത്തെയുള്ള ഡോം ഷേപ്പായി കാണപ്പെടുന്ന ഇഗ്നിയസ് ഇൻട്രൂഷനെ വിളിക്കുന്ന പേരാണ് ലാക്കോലിത്ത്. Then you can see a large feature that is batholith. It is a very large igneous intrusion extending to an unknown depth in the Earth's crust. Batholiths are usually composed of coarse-grained rocks such as granite or quartz diorite and often have irregular shape. ഭൂമിക്കടിയിൽ ക്രസ്റ്റിൻ്റെ തന്നെ ഏറ്റവും അടിഭാഗത്ത് വരെ വളരെയധികം ഡെപ്തിൽ എക്സ്റ്റെൻഡ് ചെയ്ത് കാണപ്പെടുന്ന ഒരു ഇൻട്രൂഷനാണ്, വോൾക്കാനിക് ടോപ്പോഗ്രാഫിക്കൽ ഫീച്ചറാണ് ബാത്തോലിത്ത് എന്ന് പറയുന്നത്. ബാത്തോലിത്തിന് പ്രത്യേകിച്ചൊരു ഷേപ്പൊന്നുമില്ല, അതൊരു ഇറഗുലർ ഷേപ്പാണ്, പക്ഷെ വളരെയധികം എക്സ്റ്റെൻസീവ് ആയിട്ടാണ് ബാത്തോലിത്ത് കാണപ്പെടുന്നത്. മാത്രമല്ല ബാത്തോലിത്തിൽ പ്രധാനമായിട്ടും കോഴ്സ് ഗ്രെയിൻ റോക്സ് ആയ ഡോളറൈറ്റോ അല്ലെങ്കിൽ ഗ്രാനൈറ്റിൻ്റെ കോമ്പോസിഷനാണ് കാണപ്പെടുന്നത്. Then another feature is pacholith. These are lens-shaped masses of igneous rock which are formed on the top of anticline or on the bottom of syncline in a folded strata. ഒരു ഫോൾഡ് എടുക്കുമ്പോൾ അതിൻ്റെ ആൻറ്റിക്ലൈൻ്റെ മുകളിലോ അല്ലെങ്കിൽ സിൻക്ലൈൻ്റെ പോർഷനിലോ കാണപ്പെടുന്ന ഇഗ്നിയസ് റോക്കിൻ്റെ ഇൻട്രൂഷനാണ് പാക്കോലിത്ത്. Then ലോപ്പോലിത്ത്, a basin-shaped body of igneous rock formed by the penetration of magma between the existing layers of rock. നേരത്തെ പറഞ്ഞ ലാക്കോലിത്തിൻ്റെ നേരത്തെ ഓപ്പോസിറ്റാണ് ലോപ്പോലിത്ത്. ലാക്കോലിത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഡോം ഷേപ്പാണ്, അതേസമയം ഒരു ബേസിൻ ഷേപ്ഡ് ഒരു ഡിപ്രഷൻ കണക്ക് കാണപ്പെടുന്ന ഇഗ്നിയസ് റോക്കിൻ്റെ അല്ലെങ്കിൽ മാഗ്മയുടെ ഒരു ഇൻട്രൂഷനാണ് ലോപ്പോലിത്ത്. വോൾക്കാനോസിനടുത്തൊക്കെ കാണപ്പെടുന്ന അല്ലെങ്കിൽ വോൾക്കാനിക് ഇറപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട മറ്റു രണ്ട് ഫീച്ചറും കൂടെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഗെയ്സർ ഓർ ഗെയ്സർ. It is actually a hot spring that erupts periodically, ejecting a column of hot water and steam into the air. ഹോട്ട് വാട്ടർ സ്പ്രിംഗ് ആണ് ഗീസർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതൊരു പീരിയോഡിക് ആയിട്ട് ഒരു ഇൻ്റർവെൽ വെച്ചിട്ടാണ് ഇതിൽ ഇജക്ഷൻ നടക്കുന്നത്. ഇജക്റ്റ് ചെയ്യുന്നത് ഹോട്ട് വാട്ടറും അതുപോലെ തന്നെ സ്റ്റീമുമാണ്. ഇനി ഗെയ്സർ എന്ന് പറഞ്ഞ വേർഡ് ഡിറൈവ് ചെയ്തത് ഐസ്ലാൻഡിക് വേർഡായ ഗീസിർ എന്നതിൽ നിന്നാണ്. അതിൻ്റെ മീനിങ് സ്പോട്ടർ ഓർ ഗോഷർ, അതായത് സ്പ്രിംഗ് എന്ന് തന്നെയാണ് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. Geyser spouts water from a small and narrow vent connected by a pipe called geyser pipe or geyser tube. ഗീസറിൽ ആ ഹോട്ട് വാട്ടറും സ്റ്റീമും വരുന്ന ആ വഴിയെ പറയുന്നത്, ആ ഒരു പൈപ്പിനെ പറയുന്ന പേര് ഗെയ്സർ പൈപ്പ് അല്ലെങ്കിൽ ഗെയ്സർ ട്യൂബ് എന്നാണ്. പ്രധാനമായിട്ടും രണ്ട് ടൈപ്പ് ഗെയ്സേഴ്സ് ആണ് ഉള്ളത്, പൂൾ ടൈപ്പ് ഗെയ്സർ ആൻഡ് ന്യൂസൽ ടൈപ്പ് ഗെയ്സർ. ഈ പൂൾ ടൈപ്പ് ഗെയ്സർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സ്പോട്ടിംഗ് വാട്ടർ ത്രൂ ഓപ്പൺ ആൻഡ് ലാർജ് പൂൾ. ഒരു വലിയ ഓപ്പൺ അതുപോലെ തന്നെ ലാർജ് ആയിട്ടൊരു പൂളിൽ കൂടെയാണ് ഗെയ്സർ വെള്ളം ഇജക്റ്റ് ചെയ്തെങ്കിൽ അത് പൂൾ ടൈപ്പ് ഗെയ്സറാണ്. അതേസമയം ഒരു വെൻറ്റ് ചെറിയൊരു ഓപ്പണിങ്ങിൽ കൂടെയാണ് അത് ഇജക്റ്റ് ചെയ്തെങ്കിൽ അത് ന്യൂസൽ ടൈപ്പ് ഗെയ്സറാണ്. ഒരു എക്സാമ്പിൾ ഗെയ്സറിൻ്റെത്
ഓൾഡ് ഫെയ്ത്ത്ഫുൾ ഗേസർ യെലോസ്റ്റോൺ നാഷണൽ പാർക്ക് ഇൻ US വേൾഡിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു ഗേസറാണ്. And this is a geyser. Then fumaroles. A fumarole is an opening in the earth crust which emits steam gases such as carbon dioxide, sulfur dioxide, hydrochloric acid, hydrogen sulfide, etc. And sulfatero or sulfur fumaroles, it is a natural volcanic steam vent that continues to give off steam and certain gases, principally sulfurous gases. ഫ്യൂമറോൾ എന്ന് പറയുന്നത് എർത്ത് ക്രസ്റ്റിൽ ഒരു ഓപ്പണിംഗ് ആണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത കാർബൺ ഡയോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഹൈഡ്രജൻ സൾഫൈഡ് തുടങ്ങിയ ഗ്യാസസ് എമിറ്റ് ചെയ്യുന്ന ഒരു ഓപ്പണിംഗ് ആണ് ഫ്യൂമറോൾസ് എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് അലാസ്കയിലെ കെറ്റ്മായി വോൾക്കാനോയാണ്. ഇനി സൾഫർ ഫ്യൂമറോൾസ് ഉണ്ട്. അതിന് മറ്റൊരു പേരെന്ന് പറയുന്നത് സൾഫാറ്റാറ എന്നാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത സൾഫർ ഗ്യാസ് ആണ് അത് ഇജക്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സൾഫർ ഫ്യൂമറോൾസോ sulfatara. And this is a fumarole.